ഇന്ന് രാത്രിക്കുള്ളിൽ എന്ത് സംവിധാനമാണോ ഗവൺമെന്റിനുള്ളത് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പൊഴി മുറിക്കണം. 300 മീറ്റർ വീതിയിൽ പൊഴി മുറിക്കണം. ഇപ്പൊ തന്നെ പൊഴി മുറിക്കുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ ഒരാശങ്കയും ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം 2018 പ്രളയം ഉണ്ടാക്കിയ പ്രതിസന്ധി 2019 ഞങ്ങൾ പരിഹരിച്ചു. അത് പരിഹരിക്കാൻ പ്രധാനമായി ഞങ്ങൾ കണ്ട ഒരു കാര്യം ഈ തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കുക. അന്നിവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റി 300 മീറ്റർ വിട്ടിൽ പൊഴി മുറിച്ചു. പൊഴി സ്വാഭാവികമായി മുറിയും എന്നാണ് ഇറിഗേഷൻകാർ പറയുന്നതെങ്കിൽ ആ പ്രോസസ്സ് നടക്കുന്നില്ല. അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പൊഴി മുറിച്ച് മണ്ണ് മാറ്റി സാധാരണ മണ്ണ് മാറ്റൽ രീതിയല്ല, താഴ്ത്തി മണ്ണെടുത്ത് മാറ്റണം. ഇപ്പൊ തന്നെ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ, ഒരാളിന്റെ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളമുള്ളത് പൊടിയിൽ. അപ്പൊ ഈ ഒഴുകി വരുന്ന വെള്ളം എങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നത്? ഈ ഒഴുകി വരുന്ന വെള്ളം ഒഴുകിപ്പോകണമെങ്കിൽ സ്വാഭാവികമായും അവിടെ നല്ല താഴ്ചയിൽ 300 മീറ്റർ വീതിയില് മണ്ണ് മാറ്റണം. ഇത് 2019 നമ്മൾ ചെയ്തു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ചെങ്ങന്നൂർ 2019 25 വരെ വെള്ളമേ കയറിയില്ല, പത്തനംതിട്ട കയറിയില്ല, തിരുവല്ലയ്ക്ക് കയറിയില്ല. ഒഴുകി വരുന്ന വെള്ളം പോകും. ഞങ്ങൾ എത്ര ക്യാമ്പുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് നോക്കൂ. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്യാമ്പിന്റെ കണക്കെടുക്കും. 2, 3, 4 ക്യാമ്പ് അല്ലെ 10 ക്യാമ്പ്, അത് കൊള്ളില്ല. ഈ വർഷം എന്താ സംഭവിച്ചു? ഞങ്ങൾ ആദ്യം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വെള്ളപ്പൊക്കം അല്ലെ ഉരുളുപൊട്ടി വരുന്ന വെള്ളം സ്വാഭാവികമാണ്, അത് ഒഴുകിപ്പോന്നുള്ള സാറിന് ഞങ്ങൾ ആശങ്കപ്പെട്ടില്ല. ഞാൻ തന്നെ പല പ്രാവശ്യം ജനങ്ങളോട് പറഞ്ഞു ഒരു ആശങ്കം വേണ്ട, ജാഗ്രത മതി. പക്ഷെ ഇന്നെന്താ അപകടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ 10, 50, 60 ക്യാമ്പായി. ഇപ്പൊ ചെന്നിത്തലയിൽ 1-ാം വാർഡിൽ ഇപ്പൊ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടാണ് വരുന്നത്. 100 വീട്ടുകാരുടെ ക്യാമ്പ് ഇപ്പൊ തുടങ്ങിയിട്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം, കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പൊ റാന്നി കോന്നിയാലും വെള്ളം താന്നു എന്ന് മാധ്യമങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആ താന്ന വെള്ളം എവിടെ കിടക്കുന്നതയോ? അപ്പർ കുട്ടനാട് എന്റെ സ്ഥലത്തും കുട്ടനാടിലും തിരുവല്ലയിലും. ഇനിയിപ്പോൾ ആ ഭാവന നിൽക്കട്ടെ. ഇന്നിപ്പോ രാത്രി മഴ പെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഭാഗ്യമുള്ളവന്മാരെ, ഇത് കുറച്ച് ഒഴിപ്പോന്ന് വിചാരിക്കുക. ഇപ്പൊ മുതൽ മഴ തുടങ്ങിയാലോ? ഞാൻ ഒരു സംശയം വേണ്ട, 2018 അപകടമായിരിക്കും വരാൻ പോകുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾക്കുള്ള ഏക വഴി ഈ തോട്ടപ്പള്ളി പൊഴി മുറിക്കുക, വീതി കൂട്ടി ആഴം കൂട്ടി പൊഴി മുറിച്ച് കളയുക. അതിന് ഇറിഗേഷൻ വകുപ്പിന് ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തു. സത്യമാണ്, ബഹുമാനപ്പെട്ട മന്ത്രി ലിജു പങ്കെടുത്ത യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തു. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഈ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല. ആ നിർദ്ദേശം എന്തുകൊണ്ട് പാലിച്ചില്ല? ഇന്ന് ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് ഞങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ, മന്ത്രിതല യോഗത്തിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ട് പൊട്ടിപ്പോകും. ഇപ്പോൾ അത് ധാരണയിരിക്കുക, സ്വാഭാവികമായിട്ട് പൊട്ടത്തില്ല. പൊട്ടാത്തതുകൊണ്ടാണ് 2018 പ്രശ്നം ഉണ്ടായത്. അപ്പോൾ മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നടന്നാൽ പോരാ. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്നിക്കൽ സൈഡ് അതിനെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് വന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? നിങ്ങൾ നേരെ ആ തോട്ടപ്പള്ളി സ്പിൽവേയിലെ അവിടുത്തെ മാലിന്യം കണ്ടോ? ഈ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മാലിന്യം കാണിക്കാവോ? മഴക്കാല പൂർവ്വകാല ഒരുക്കങ്ങൾ കേരളത്തിൽ നടന്നു. ഞാൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു LDF വേണ്ടി. ഞാൻ പറഞ്ഞു MLA നിലയിൽ മഴക്കാല പൂർവ്വകാല ഒരുക്കങ്ങൾ നടത്തിയില്ല, നടത്താമെന്ന് ഗവൺമെന്റിന് വേണ്ടി മന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഈ മാലിന്യ നിർമ്മാർജ്ജന ഒരു പദ്ധതി ഉണ്ടാക്കി? ഈ കിഴക്കൻ മേഖലയിലെ മുഴുവൻ മാലിന്യവും കടലിൽ വന്ന് ചാടിയിരിക്കുകയാണ്. ഈ കടല് നശിച്ചു പോകത്തില്ലേ? അത് നമ്മളെന്തോ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. മഴയ്ക്ക് മുമ്പ് കിഴക്കൻ മേഖല, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, അപ്പർ കുട്ടനാട് മേഖലകളിലെ മാലിന്യം മുഴുവൻ നമ്മൾ സ്വാഭാവികമായും നിർമ്മാർജ്ജനം ചെയ്യും. അപ്പോൾ ഒഴുകി ഇങ്ങോട്ട് വരത്തില്ല. ഈ പ്രാവശ്യം എന്താ സംഭവിച്ചത്? മഴക്കാല പൂർവ്വകാല ശുചീകരണം നടന്നില്ല. നടത്താൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് നടത്തിയില്ല. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ ഈ സ്പിൽവേയിലോട്ട് പോയി കെട്ടിക്കിടക്കുക, അവിടെ വന്നിട്ട് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നില്ല. അപ്പോൾ 2 തരത്തിൽ ജലനിർഗമനം നടക്കുന്നില്ല. 1, മാലിന്യ കൂമ്പാരം കൊണ്ട് സ്പിൽവേ അടഞ്ഞു. 2, പൊടി മുറിക്കാത്തത് കൊണ്ട് വെള്ളം പോകുന്നില്ല. ഇന്നും മന്ത്രിയുടെ തലത്തിൽ യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ചു. മന്ത്രി ശക്തമായിട്ട് ആവശ്യപ്പെട്ടു, ചെയ്യുന്നില്ല. ഇപ്പൊ ഈ പ്ലാസ്റ്റിക് മാലിന്യം മാറ്റാൻ ഇനിയും എന്താ ചെയ്യേണ്ടത്? ഈ ലീഡിംഗ് ചാനലിന്റെ മുകളിൽ വീതി കുറഞ്ഞ ഭാഗത്ത് നെറ്റിടണം. നെറ്റിട്ട് കഴിഞ്ഞാൽ മാലിന്യം എല്ലാം, പ്ലാസ്റ്റിക് എല്ലാം അവിടെ വരും, കടലിലോട്ട് പോകത്തില്ല. അവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റണം. ഇങ്ങനെയുള്ള ചില പ്രോസസ്സുകൾ ചെയ്യണം. ലീഡിംഗ് ചാനൽ ക്ലീൻ ചെയ്യണ്ടേ? ഉയവരത്തു നിങ്ങളുടെ ലീഡിംഗ് ചാനൽ എത്രയോ പ്രാവശ്യം പറഞ്ഞു. 2 മാസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ പങ്കെടുത്ത യോഗങ്ങളിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും. ഞാൻ ഇതേ പറയാറുള്ളൂ. കാരണം ചെങ്ങന്നൂരിനെ സംബന്ധിച്ച്, തിരുവല്ലയെ സംബന്ധിച്ച്, കിഴക്കൻ മേഖലയെ സംബന്ധിച്ച് എത്ര മഴ പെയ്താലും ഞങ്ങൾക്കൊരാശങ്കയില്ല. ആ വെള്ളം ഒഴുകിപ്പോരും, ഈ കടലിലോട്ടൊക്കെ ചേരും. ഇപ്പൊ വേലിയേറ്റമില്ല, വേലി ഇറക്കമാണ്. സ്വാഭാവികമായിട്ട് എല്ലാ വെള്ളവും പോകേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.
ഏതെങ്കിലും ഒരു പരാജയം ഉണ്ടായെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. എടുത്ത തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ എടുത്ത തീരുമാനം അടിയന്തരം നടപ്പാക്കണം. ഇന്ന് രാത്രിക്കുള്ളിൽ എന്ത് സംവിധാനമാണോ ഗവൺമെന്റ് ഉള്ളത് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പൊഴി മുറിക്കണം. 300 മീറ്റർ വീതിയിൽ പൊഴി മുറിക്കണം. ഇപ്പം തന്നെ പൊഴി മുറിക്കുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.